അക്കാദമിയുടെ നല്ല ഇനിഷ്യേറ്റീവാണ് ഈ കുട്ടികളുടെ ചലച്ചിത്ര ആസ്വാദന ക്യാമ്പ് എന്ന് പറയുന്നത്. സിനിമ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ സിനിമയല്ല കാണുന്നത്, നമ്മൾ ലോകത്തെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ലോകത്തെ കാണാനുള്ള ഒരു അവസരമാണ് സിനിമ കാണുമ്പോൾ ലഭിക്കുന്നത്. ഞാൻ 2000 മുതൽ IFFKയിൽ ഡെലിഗേറ്റായി. അടുത്ത കാലത്താണ് എനിക്ക് മറ്റു ചില സൗകര്യങ്ങളും റൂമിൽ പാസുമൊക്കെ കിട്ടിത്തുടങ്ങിയത്. 2000 ഞാൻ തിരുവനന്തപുരത്ത് ലോ കോളേജിൽ പഠിക്കാനായിട്ട് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് എത്തുന്നത്. ശാസ്താംകോട്ട കോളേജിൽ എൻ്റെ ഡിഗ്രി പൂർത്തിയായി. 2000 ഞാൻ ലോ കോളേജിൽ പഠിക്കാൻ ചെന്നു. ആ വർഷം തന്നെ ഞാൻ ആ വർഷത്തെ IFFKയിൽ ഡെലിഗേറ്റ് ആയ ഒരാളാണ്. അപ്പോൾ ഏതാണ്ട് 25 നൂറ്റാണ്ട് IFFKയിൽ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പിന്നീട് പൊതുപ്രവർത്തനത്തിൽ, അന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമായിരുന്നു, പൊതുപ്രവർത്തനത്തിൽ സജീവമാകുമ്പോൾ ആളുകളൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട്. MLA അതിന് ശേഷവും നിരന്തരം സ്ഥിരമായി ഞാൻ പോകുമായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ സമയം കിട്ടാറുണ്ട്. സമയം നമുക്ക് കിട്ടും. സിനിമ കാണാൻ സമയം കിട്ടണമെന്ന് വിചാരിച്ചാൽ സിനിമ കാണാൻ സമയം കിട്ടും. കാരണം ഇത് സിനിമ കാണുന്നത് ഒരു വിനോദം എന്ന നിലയിലല്ല. ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ലോകത്തെ മനസ്സിലാക്കാൻ ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരമാണ് ലോക സിനിമകൾ വരുമ്പോൾ അത് നമ്മൾ പോയി കാണുക എന്ന് പറഞ്ഞാൽ. അവിടെയെല്ലാം എന്താണ് നടക്കുന്നത്, അവിടെയെല്ലാം ജീവിതങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഇനി അവിടെ വരെ പോകാൻ കഴിയാത്തവർക്കും സിനിമകളിൽ കൂടി അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സിനിമ കാണുക എന്നുള്ളത് ലോകം കാണുക എന്നതാണ് എന്ന ഒരു ബോധ്യത്തിലാണ്, ആ ഗൗരവത്തിലായിരുന്നു ഈ ചലച്ചിത്രമേളകളിലെ സിനിമകൾ കാണാൻ പോയിരുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുസ്തകം നമ്മളെ വായിക്കാൻ പഠിപ്പിക്കുമെങ്കിൽ സിനിമ നമ്മളെ കാണാൻ പഠിപ്പിക്കും. നമ്മളെങ്ങനെയാണ് കാണേണ്ടത്, അനുതാപത്തോട്, സ്നേഹത്തോട്, ഒരു മൗനത്തിനകത്ത് എന്തെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ, ഒരു ചിരിയിൽ എന്തോ പ്രതീക്ഷയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഒക്കെ അങ്ങനെ സിനിമ നമ്മളെ കാണാൻ പഠിപ്പിക്കും. അപ്പം ആ ഒരു പ്രാധാന്യം സിനിമയ്ക്കുണ്ട്. അപ്പോൾ ആ ഒരു താല്പര്യത്തിലാണ് നിങ്ങളെല്ലാവരും അക്കാദമി നൽകിയ ഈ അവസരത്തെ ഉപയോഗിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പം എത്രയോ എൻ്റെ മനസ്സിൽ 10-15 വർഷം മുമ്പങ്ങായിരിക്കും, 10 വർഷം, എന്തായാലും 10 വർഷത്തിന് മുമ്പാണ്. ഏത് വർഷത്തെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ട ഒരു സിനിമ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മുടെ IFFKയിൽ കണ്ടതാണ്. ഒരു ചൈനീസ് പടമാണ്. അതിൻ്റെ പേര് ഗെറ്റിംഗ് ഹോം എന്നാണ്. ഗെറ്റിംഗ് ഹോം, അതായത് 2 തൊഴിലാളികൾ, ചൈനീസ് പടമാണ്. അതിൽ ഒരാൾ മരണപ്പെടുന്നു. മരിക്കുന്നതിന് മുമ്പ് കൂട്ടുകാരനായ തൊഴിലാളിയോട് വിദൂരത്തുള്ള തൻ്റെ ഗ്രാമത്തിൽ ഞാൻ മരിച്ചാൽ എൻ്റെ ഈ ബോഡി എത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ മരിക്കുന്നത്. ഈ കൂട്ടുകാരൻ ഉറപ്പും കൊടുത്തു. ഇയാളൊരു പാവപ്പെട്ട കൂട്ടുകാരനാണ്, തൊഴിലാളിയാണ്. എങ്ങനെ ഈ ബോഡി എത്തിക്കും? ആംബുലൻസ് വിളിച്ചൊന്നും കൊണ്ടുപോകാനുള്ള പൈസ ഇല്ല. അപ്പോൾ ഇയാൾ ഇത് മൃതശരീരമാണെന്ന് അറിയിക്കാതെ ഈ മൃതശരീരം കൊണ്ട് നടത്തുന്ന യാത്രയാണ് ഈ ഗെറ്റിംഗ് ഹോം എന്ന് പറയുന്ന സിനിമ. ബസ്സിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അടുത്തിരുത്തിയേക്കാണ് ഇയാളെ. അടുത്തുള്ള യാത്രക്കാരെല്ലാം കരുതുന്നത് ജീവിച്ചിരിക്കുന്ന ഒരാളാണ്, ഒരു യാത്രക്കാരനാണ് എന്ന നിലയിലാണ് ഈ മൃതശരീരത്തോടൊപ്പം യാത്ര ചെയ്യുന്നത്. അപ്പോൾ സിനിമ ഒരുപാട് പറയാനുള്ളതുകൊണ്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. എന്നെ അതിൽ സ്പർശിച്ച ഒരു രംഗമുണ്ട്. അപ്പോൾ കുറേ ആയപ്പോൾ ഇയാളുടെ കയ്യിൽ പൈസ എല്ലാം തീർന്നു, ഭക്ഷണം കഴിക്കാനുള്ള മാർഗ്ഗമില്ല, വിശപ്പ്, അലച്ചിൽ, വിഷമം. കൂട്ടുകാരന് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റുമോ? അവിടെ വരെ എത്തുമോ? ഇത് വഴിയിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മറവ് ചെയ്ത് തിരിച്ചു പോകേണ്ടി വരുമോ എന്നൊക്കെയുള്ളൊരു പ്രയാസത്തിൽ ഇയാളിങ്ങനെ ഇരിക്കുകയാണ്. വിശപ്പാണ് ഭയങ്കരമായിട്ട്, പൈസ ഇല്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു മരണം നടന്ന് ഡെഡ് ബോഡി ഒക്കെ ആയിട്ട് ആ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ കൂട്ടുകാരൻ്റെ ബോഡി ഒരു സ്ഥലത്ത് മരത്തെ ചാരി വെച്ചിട്ട് ഇയാൾ അവിടെ പോയി നിന്ന് കാണുകയാണ്. അപ്പോൾ അവിടെ ആളുകളെല്ലാം കരയാണ്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു. കാരണം ഈ വാക്ക് പാലിക്കാൻ പറ്റുന്നില്ല, പൈസ കയ്യിലില്ല, വിശപ്പ് ഭയങ്കരമായിട്ട്, സങ്കടം കൊണ്ട് അയാൾ ഭയങ്കരമായിട്ട് കരഞ്ഞ്. അപ്പോൾ ഈ മരിച്ച ആൾ, അയാളുടെ ആത്മാവ് ഇയാളുടെ അടുത്തുനിന്ന് ചോദിച്ചു, ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു, ഞാൻ മരിച്ചതിന് നിങ്ങളെന്തിനാണ് ഇത്ര ആത്മാർത്ഥമായിട്ട് കരയുന്നത്? അപ്പോൾ ഇയാൾ പറഞ്ഞു, അവിടെ കുറേ ആളുകൾ കരഞ്ഞല്ലോ, എന്നിട്ട് എന്നോട് മാത്രം വന്ന് എന്തിനാണ് ഇത് ചോദിക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ആ ഇരുന്ന് കരയുന്നവരെല്ലാം ഞാൻ മരിക്കുന്നതിന് മുമ്പ് പൈസ കൊടുത്ത് ഏർപ്പാടാക്കിയ ആളുകളാണ്. ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി കരയാൻ ഒരുത്തനും ഉണ്ടാവത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് എനിക്കൊരു നാണക്കേട് ഉണ്ടാകണ്ടെന്ന് കരുതി ഞാൻ കുറേ ആളുകളെ കാശ് കൊടുത്ത് ഞാൻ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ചുറ്റും വന്നിരുന്ന് കരഞ്ഞോണമെന്ന് ഏർപ്പെടുത്തിയ ആളുകളാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ കാശ് കൊടുക്കാത്ത ഒരുത്തനിരുന്ന് കരയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം വന്ന് ചോദിച്ചത്, നിങ്ങളെന്തിനാണ് എൻ്റെ മരണത്തിൽ ഇത്രയും ദുഃഖത്തിൽ കരയുന്നത്? അപ്പോൾ ഇയാൾ പറയുന്നു, ഞാൻ നിങ്ങളെ മരണത്തിൽ കരഞ്ഞ ആളല്ല, ഞാൻ എന്നെ ഓർത്ത്, എൻ്റെ അവസ്ഥ ഓർത്ത് ഇവിടെ ഇരുന്ന് കരഞ്ഞു പോയതാണ് എന്ന് പറയുന്ന ഒരു രംഗം ആ ഗെറ്റിംഗ് ഹോം എന്ന് പറയുന്ന സിനിമയിലുണ്ട്. ഞാനിത് നിങ്ങളോട് പറഞ്ഞത്, ഞാൻ
എനിക്ക് ഉറപ്പുണ്ട് 10 വർഷത്തിനപ്പുറം കണ്ട ഒരു സിനിമയാണിത്. എനിക്കിപ്പോഴും ആ സിനിമയിലെ ഓരോ രംഗങ്ങളും എൻ്റെ മനസ്സിൽ ഓർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സിനിമകളുടെ ഒരു പ്രത്യേകത അതാണ്. ഇന്നിപ്പോൾ ഞാൻ ബഹുമാന്യായ ശ്രീമതി ജോളി ചെറിയത്തിനോട് ചോദിച്ചു, അപ്പോൾ ഇന്ന് നിങ്ങളെ സിനിമ കാണിക്കുന്നുണ്ട്, കുമ്മാട്ടി ഇന്ന് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കുമ്മാട്ടി കൊല്ലത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ രവിമലയാളി പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. ശ്രീ രവീന്ദ്രനാഥൻ നായർ എന്ന് പറയുന്ന കശുവണ്ടി വ്യവസായി, അദ്ദേഹത്തിൻ്റെ കശുവണ്ടി വ്യവസായത്തിലെ ലാഭങ്ങളെടുത്ത് സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് എത്രയോ ലോക ക്ലാസിക്കുകൾ ലോകത്തിന് കിട്ടിയത്. മലയാളത്തിനോ ഇന്ത്യക്കോ കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അരവിന്ദൻ്റെയും അടൂർ ഗോപാലകൃഷ്ണൻ്റെയും ഷാജി എൻ കരുണിൻ്റെയും ഒക്കെ എത്രയോ സിനിമകൾ, മനോഹരമായ സിനിമകൾ അദ്ദേഹം നിർമ്മിക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രം ഉണ്ടായതാണ്. കാരണം ഇത് നിർമ്മിച്ചിട്ട് പൈസ ഒന്നും കിട്ടില്ല എന്ന് നിർമ്മിക്കുമ്പോഴേ അദ്ദേഹത്തിന് അറിയാം. സിനിമയ്ക്ക് വേണ്ടി മാത്രം പണം മുടക്കുകയാണ്, സിനിമയിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല. കുമ്മാട്ടി ഇപ്പം കഴിഞ്ഞ ഫെസ്റ്റിവലിനോ അതിന് മുമ്പത്തെ ഫെസ്റ്റിവലിനോ ഇപ്പം വീണ്ടും കാണിച്ചു, ഗംഭീരമായിട്ടുണ്ട്. കുട്ടികൾ റിസ്റ്റോർ ചെയ്തതിന് ശേഷമുള്ള ഞാനതിൻ്റെ അത് ഇപ്പം നമ്മൾ കഴിഞ്ഞതിനാണോ അതിനെങ്ങനെയാണ് അതിന് മുമ്പത്തെ വർഷം നമ്മൾ തിരുവനന്തപുരത്ത് IFFKയിൽ കാണിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുമ്മാട്ടി, ഞാൻ ഈ മന്ത്രിയായതിനു ശേഷം പാട്ട് പാടുന്ന പരിപാടി നിർത്തിയിരുന്നതാണ്. എന്നാലും ഈ കുമ്മാട്ടിയിലെ ഒരു പാട്ട് എനിക്ക് പാടാതിരിക്കാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ പാടാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. അതിൽ ഒരു പാട്ടുകൂടെ പാടിക്കൊണ്ട് കുമ്മാട്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ പാട്ട് വന്നു. ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. കറുകരക്കാർമുകിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ, കറുകരക്കാർമുകിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ, ജിഗി ജിഗി തക്കം തെയ് തെയ് ജിഗി ജിഗി തക്കം തെയ് തെയ് ജിഗി ജിഗി തക്കം തെയ് ജിഗി ജിഗി തക്കം തെയ് ജിഗി ജിഗി തക്കം തെയ്. അപ്പോൾ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.